വിമാനം പറത്താൻ വേണ്ടിയിട്ട് വെറും ലൈസൻസും ഫ്ലൈറ്റും ലോഗ് ബുക്കും റൺവേയും ഇങ്ങനെ കുറെ സാധനങ്ങൾ മാത്രമേ ഉണ്ടായ പോരാ. ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് ഏറ്റവും വലിയ തലവേദനയാകുന്ന ഒരു ഫാക്ടറാണ് വെതർ. ഈ ഫ്ലൈറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് വെറും പൈസ മാത്രമല്ല, എവിടെയാണ് നിങ്ങൾ ട്രെയിനിങ് ചെയ്യുന്നുള്ള കാര്യം കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂറോപ്പിലെ എസ്പെഷ്യലി UK, ജർമ്മനി, പോളണ്ട് പോലത്തെ കൺട്രീസിൽ ലേറ്റ് വിന്റർ ട്രെയിനിങ്ങിനെ നന്നായിട്ട് എഫക്ട് ചെയ്യും. ഹെവി സ്നോ, ലോ വിസിബിലിറ്റി, സ്ട്രോങ് ക്രോസ് വിൻഡ് ഇങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന്റെ സ്പീഡ്, സ്കെഡ്യൂൾ, സേഫ്റ്റി എന്നിവയെ നന്നായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇനി മിഡിൽ ഈസ്റ്റ് കൺട്രീസിലേക്ക് വരികയാണെങ്കിൽ കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റ്. കാരണം എക്സ്ട്രീം ഹീറ്റ് പലപ്പോഴും ഏവിയേഷൻ ഫ്രണ്ട്ലി അല്ല. ഇവിടങ്ങളിലെ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടങ്ങളിൽ ഡസ്റ്റ് സ്റ്റോം സാധാരണ, ഇത് വിസിബിലിറ്റി നന്നായിട്ട് ബാധിക്കും. പിന്നെ എക്സ്ട്രീം ചൂട്, പലപ്പോഴുള്ള ഹോട്ട് വിൻഡ്, അത് കാരണം ഉണ്ടാകുന്ന ടെർബുലൻസ്. പക്ഷേ ഇവിടങ്ങളിലെ പല അഡ്വാൻസ് ട്രെയിനിങ്സ് അതിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഇനി സം പാർട്ട് ഓഫ് ആഫ്രിക്കൻ കൺട്രീസിലെ ചില ഡ്രോബാക്സിലേക്ക് വരികയാണെങ്കിൽ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് സമ്മർ തണ്ടർസ്ട്രോം ആണ്. പിന്നെ ടെറൈൻസിൽ അനുഭവപ്പെടുന്ന ക്രോസ് വിൻഡ് ആൻഡ് സ്ട്രോങ് വിൻഡ്. ഇവിടങ്ങളിലെ മെയിൻ ഡ്രോബാക്സ് ആണ് ഇതെങ്കിലും ചില സീസണൽ ടൈം വെച്ചാൽ ഇവിടങ്ങളിലെ വെതർ പലപ്പോഴും സ്റ്റേബിൾ ആണ്. അതിനെപ്പറ്റിയും ഇവിടങ്ങളിൽ ട്രെയിനിങ് ചെയ്താലുള്ള അഡ്വാൻറ്റേജസിനെ പറ്റിയിട്ടും അടുത്ത വീഡിയോസിൽ പറയാം. ഇനി ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടങ്ങളിൽ പോയിട്ട് ഒന്നും ട്രെയിനിങ് ചെയ്യാൻ പാടില്ല എന്നല്ല. ഇത്രയും പറഞ്ഞതിന്റെ ബേസിസിൽ വെതറിനെ പറ്റിയിട്ടും ഈ വെതർ എങ്ങനെ എഫക്ട് ചെയ്യാന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടും ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കൺട്രി വെതർ ഫ്രണ്ട്ലി ആണോ എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തും. കാരണം ഫ്ലൈറ്റ് ട്രെയിനിങ് ഡിലേ ആകുമ്പോൾ ലിവിംഗ് എക്സ്പെൻസ്, ട്രാവൽ, റെന്റ്, വിസ ലിമിറ്റ് ഇതിനൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഏത് റീജിയനിലുള്ള ഫ്ലൈറ്റ് ട്രെയിനിങ്ങിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ.